ഒരു പ്രശ്നം സംഭവിക്കുകയും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടയായ സുനിയെ ലൊക്കേഷനിൽ ആൾക്കാർ വിളിച്ചു വരുത്തിയെന്നും നാട്ടുകാരുമായിട്ടുണ്ടായ പ്രശ്നം സുനി വന്ന് പരിഹരിച്ചെന്നും അങ്ങനെ തന്റെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിച്ച സുനിയോട് ഭാവിയിൽ തനിക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഡിസ്കഷൻ നടത്തി എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെന്റിൽ ഞാൻ വായിച്ച കാര്യമാണ് ഈ പറയുന്നത്. എന്റെ ന്യായമോ എന്റെ തോന്നലോ അല്ല. അപ്പൊ അതിനെ തെളിവായിട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈജു പൗലോസ് കൊടുത്തേക്കുന്നത് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് പൾസർ സുനി ഇത് ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്നേ ദിവസം അവിടെ നിന്നൊരു റെസീപ്റ്റ് കൈപ്പറ്റിയിരുന്നു. ആ റെസീപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 57-ാം നമ്പർ വൗച്ചറാണത്. അതായത് സിനിമ ലൊക്കേഷനിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അന്നേ ദിവസം അവിടെ കൊടുക്കുന്ന ക്യാഷുകളെല്ലാം തന്നെ ഓരോ വൗച്ചർ എഴുതി 1, 2, 3, 4 എന്ന് പറയുന്ന വ്യത്യസ്ത വൗച്ചറുകൾ എഴുതി. അങ്ങനെ ഏകദേശം 100 പേരുണ്ടെങ്കിൽ ആ 100 പേർക്കും വൗച്ചറിന് എണ്ണം കാണും, ആ വൗച്ചറിന് പേരെ നമ്പരും കാണും. അങ്ങനെ 57-ാമത്തെ വൗച്ചർ സുനിൽ കുമാർ ബ്രാക്കറ്റിൽ ഗുണ്ട 650 രൂപ കൈപ്പറ്റി എന്നുള്ള ഒരു വൗച്ചറാണ് കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഒരു മലയാള സിനിമയുടെ ലൊക്കേഷൻ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന ഗുണ്ടയ്ക്ക് 650 രൂപയാണോ അതിനുവേണ്ടി കൊടുക്കുന്നത് എന്നുള്ള ആദ്യത്തെ സംശയം. രണ്ടാമത്തത്, ദിലീപിന്റെ വക്കീൽ, അതായത് പ്രതിഭാഗം വക്കീൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വാദിച്ചപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് 57-ാമത്തെ റെസിപ്റ്റ് ഇന്ന ആളാണ് കൈപ്പറ്റിയെങ്കിൽ 56 ഇതാ ഞങ്ങൾ വെക്കുന്നു, 58 ഞങ്ങൾ വെക്കുന്നു. കാര്യം ഇതിന് പിന്നിലോട്ടും ആൾക്കാരുണ്ട്, മുന്നിലോട്ടും ആൾക്കാരുണ്ട്. പിന്നിലോട്ടുള്ള ആളുടെ പേര് കൊടുക്കുന്ന സമയത്ത് അയാളുടെയും ഇത് വിജീഷ് കുമാർ എന്നാണ് പേര്, ബ്രാക്കറ്റിൽ ഗുണ്ട 1250 മറ്റോ രൂപ. 58 ഗുണ്ട ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇതെന്താ യാഥാർത്ഥ്യം? അന്നത്തെ സിനിമയുടെ ലൊക്കേഷനിൽ ഗുണ്ടകളായി അഭിനയിക്കാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകിയ വൗച്ചർ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ തെളിവായി കൊടുത്തിരിക്കുകയാണ്. ഈ കോടതി അതിനിശ്ചിതമായ രീതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിച്ചപ്പോൾ ഐ ആം ഷെയിം ഓൺ യു എന്നാണ് കോടതി അവിടെ ഉപയോഗിച്ചേക്കുന്ന പദം. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്നുകിൽ ഈ കുട്ടിക്ക് നീതി ലഭിക്കത്തക്ക രീതിയിൽ ഒരു കൃത്യമായ അന്വേഷണം കേരള പോലീസ് നടത്തിയിട്ടില്ല, ഈ കുട്ടിക്ക് നീതി കിട്ടേണ്ട രീതിയിൽ കൃത്യമായ തെളിവുകൾ കോടതിയിൽ കൊടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത് ആരുടെ പരാജയമാണ്? നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, സമൂഹം വിശ്വസിക്കുന്നത് പോലെ ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം പ്രോസിക്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം, ഞാനിപ്പോ ഈ പറഞ്ഞത് എന്റെ ഭാവനയല്ല, ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ നിറഞ്ഞ നിരവധി തെളിവുകൾ സമർപ്പിച്ച സമയത്ത് സ്വാഭാവികമായി എനിക്ക് തോന്നിയ തോന്നലാണ് അയാൾ ഇതിന്റെ പിന്നിലുണ്ടോ ഇല്ലയോ, അകാരണമായിട്ടാണോ ഒരാളെ വേട്ടയാടുന്നത്. അല്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് ആശാവർക്കർ സമരം, അമ്മമാരാണ്, സ്ത്രീകളാണ്, അവിടെ ആ വലിയ സമരം നടക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പോയി സംസാരിച്ചു, ഞാൻ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നാട്ടുകാരനാണ്, അദ്ദേഹം തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ല എന്നുള്ളതല്ല, പക്ഷെ ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത അതേ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയും, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ഞാൻ അപ്പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു. ബിഗ് ബോസിൽ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിന്റെ ഓഡിഷന് പോയിട്ടുള്ള ചില പെൺകുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഡിഷനിലേക്ക് അവർ പോയപ്പോൾ അവരുടെ ശരീരം ആവശ്യപ്പെട്ടു എന്നുള്ള ചില ആരോപണങ്ങൾ എന്നോട് പെൺകുട്ടികൾ പറഞ്ഞ സമയത്ത് ഏഷ്യാനെറ്റ് പോലെ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. വേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്ന സമയത്തും സംസാരിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നാട്ടിലെ സ്ത്രീകൾക്ക് സത്യസന്ധമായ രീതിയിൽ ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കുന്നതിൽ ഒരു മടിയുമില്ല. അതിന്റെ പേരിൽ കുറെ ആൾക്കാർ ചേർന്നിട്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപിനെ ഞാൻ അനുകൂലിച്ചത് കോടതി വെറുതെ വിട്ടതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. അതിനുശേഷം ഒരു കാര്യം കൂടെ ഞാൻ പറയും, ഇത്രയും ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ഊമക്കത്ത് ഇറങ്ങി എന്ന് പറഞ്ഞു, വിധിന്യായം പുറത്തു വന്നതിന് ശേഷം ഇത് നേരത്തെ ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞു, ഊമക്കത്ത് വന്നു എന്ന് പറഞ്ഞു. ഞാൻ ദിലീപേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ വാചകമാണ്, അഖിലെ കോടതി മുറിക്കുള്ളിൽ ഞാൻ നിൽക്കുമ്പോൾ കോടതി ജഡ്ജി വിധി പറയുന്നു, ഫസ്റ്റ് 1-ാം പ്രതി ഗിൽറ്റി, 2-ാം പ്രതി ഗിൽറ്റി, 3-ാം പ്രതി ഗിൽറ്റി, 4-ാം പ്രതി ഗിൽറ്റി, 5-ാം പ്രതി ഗിൽറ്റി എന്ന് ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ സത്യത്തിൽ ഒരു 90% ഒരു മരിച്ച അവസ്ഥയായി മാറി. അങ്ങനെ നിൽക്കിട്ട് 6-ാം പ്രതിയും ഗിൽറ്റി എന്ന് പറയുന്നു, 7-ാം പ്രതി നോട്ട് ഗിൽറ്റി, 8-ാം പ്രതി നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞാണ്, നോട്ടല്ല, ക്യാഷല്ല, നോട്ട് എന്ന് പറയുന്ന ഒരു വാക്കിന് ഒരു ജീവിതം തന്നെ തിരിച്ചു തരാൻ നൽകുന്ന ഒരു അർത്ഥമുണ്ടോ എന്ന് എന്നോട് ഇദ്ദേഹം പറയുമ്പോൾ, ഇദ്ദേഹത്തിന് നേരത്തെ ഈ വിധി കേട്ടിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിച്ച് കോടതിക്കുള്ളിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്നോട് അത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ 2024 ആ മനുഷ്യനോട് ആദ്യമായി സംസാരിക്കുന്നത്, അനീഷെ. അതിനു മുൻപ് 2017 മുതൽ എന്റെ സംശയങ്ങൾ മാത്രമാണ് പങ്കുവച്ചത്. അപ്പൊ ഇത് ഇത്രയും ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്.
സത്യം തെളിയട്ടെ. അതിജീവിത ഇന്ന് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നു. നീതി ലഭിക്കുന്നതുവരെ പോരാടട്ടെ. ആ പോരാട്ടത്തിൽ ആ നീതിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒപ്പമുണ്ടെന്ന് മാത്രമേ അന്നും ഇന്നും പറയൂ. കുമാരൻ കുറച്ച് കണ്ടന്റ് വേണം, അതിന് വേണ്ടിയിട്ട് കൊടുത്താം. Thank you so much. Wonderful words, Akhil.